സഞ്ജു സാംസൺ ആരാധകർക്കുള്ളതാണ് ഈ വാർത്ത. അവർക്ക് മാത്രമല്ല കേട്ടോ, ക്രിക്കറ്റ് സ്നേഹികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സഞ്ജു സാംസണ് ഒരു വൻ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ 3 മത്സര 2020 ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാൻ പോവുകയാണല്ലോ. ഈ മാസം 27-നാണ് T20 പരമ്പര ആരംഭിക്കുന്നത്. സിംബാബ്വേയിൽ പരമ്പര നേടിയ ഇന്ത്യൻ ടീമിൽ നിന്ന് ആരൊക്കെ ശ്രീലങ്കയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കണ്ടറിയേണ്ടത്. സഞ്ജു സാംസൺ ആകട്ടെ 5ാം 2020-ൽ തകർപ്പൻ പ്രകടനം നടത്തി ഇന്ത്യയുടെ രക്ഷകനാവുകയും ചെയ്തിരുന്നു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ 45 പന്തിൽ 58 റൺസാണ് സഞ്ജു നേടിയത്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയേക്കട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണേ, കൂടെ ആ ബെൽ ബട്ടൺ കൂടി, കൂടാതെ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒരു 4ഉം 4 6ഉം ഉൾപ്പെടെയാണ് സഞ്ജുവിൻ്റെ കിടിലൻ ബാറ്റിംഗ് ഉണ്ടായത്. സഞ്ജുവിൻ്റെ ഗംഭീര പ്രകടനത്തോടെ ശ്രീലങ്കയ്ക്കെതിരെ 2020 പരമ്പര കളിക്കാൻ സഞ്ജുവും ഉണ്ടാകാൻ സാധ്യത കൂടിയിരിക്കുകയാണ്. മത്സരത്തിലുടനീളം സഞ്ജു പക്വതയോടെ മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് എല്ലാവരും കണ്ടത് അല്ലേ. ഇപ്പോഴിതാ സഞ്ജുവിനെ ഇന്ത്യ ശ്രീലങ്കൻ പരമ്പരയിലും വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരാധകർ. സിംബാബ്വെ പര്യടനത്തിൽ വൈസ് ക്യാപ്റ്റൻസി സഞ്ജുവിനായിരുന്നു. 5ാം മത്സരത്തിൽ പല അവസരത്തിലും നായകൻ ശുഭ്മാൻ ഗില്ലിന് ഉപദേശം നൽകി സഞ്ജു സജീവവുമായിരുന്നു. റിവ്യൂ എടുക്കുന്ന ഘട്ടത്തിലടക്കം സഞ്ജുവിന്റെ തീരുമാനം നിർണായകമായി. കൂടാതെ ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് മികച്ച ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും സഞ്ജുവിന് കഴിഞ്ഞു. ഈ കൂട്ടുകെട്ടാണ് വലിയ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാൻ സഞ്ജു സാംസണ് സാധിച്ചു. IPL-ൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തുണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന പ്രകടനമാണ് സിംബാബ്വെക്കെതിരെ സഞ്ജു കാണിച്ചത്. ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യ ശക്തമായ ടീമിനെയാവും കളത്തിലിറക്കുക. രോഹിത് ശർമ്മ വിരമിച്ചതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയാവും നയിക്കുക. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത് എന്നിവരെല്ലാം ടീമിലുള്ളപ്പോൾ സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാം. എന്നാൽ ഇവരെക്കാളെല്ലാം നായകൻ എന്ന നിലയിൽ അനുഭവ സമ്പത്തുള്ളതും മികച്ച റെക്കോർഡുള്ളതും സഞ്ജുവിനാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നത് ടീമിന് ഗുണം ചെയ്തേക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് ഗൗതം ഗംഭീറാണ്. മുഖ്യ പരിശീലകനായ ഗംഭീർ ചില നിർണായക മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയുമാണ്. ഋഷഭ് പന്തിനെ ടെസ്റ്റിലേക്കും ഏകദിനത്തിലേക്കുമായി മാറ്റി സഞ്ജുവിനെ 2020-ൽ കൂടുതൽ അവസരം നൽകാൻ ഗംഭീർ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് വിവരം. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത 2020 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ സഞ്ജു ടീമിന്റെ നിർണായക ഘടകമായി മാറുകയും ചെയ്യും. മത്സരത്തെക്കുറിച്ചും പിച്ചിനെക്കുറിച്ചും മനസ്സിലാക്കി പക്വതയോടെ കളിക്കാൻ സഞ്ജുവിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു കൂടുതൽ അവസരം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജുവിന് 2020-ൽ മികച്ച റെക്കോർഡല്ല ഉള്ളത്. 15-ൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ശരാശരി. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സഞ്ജുവിനെ ഇന്ത്യൻ സെലക്ടർമാർ തഴയാനും സാധ്യതയുണ്ട്. പക്ഷേ അജിത് അഗാർക്കർ മുഖ്യ സെലക്ടറായി വന്ന ശേഷം സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. 2020 ലോകകപ്പിൽ കളിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നു. ഇതേ പിന്തുണ ഗംഭീർ പരിശീലകനായി എത്തുമ്പോഴും ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രോഹിത്തും കോഹ്ലിയും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയും കളിക്കുന്നില്ല. അതുകൊണ്ട് സഞ്ജുവിന് ഏകദിന പരമ്പരയിലേക്കും വിളിയെത്താൻ സാധ്യതയുണ്ടെന്ന് പറയാം. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ശ്രീലങ്കൻ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 2ാമത്തെ ലോട്ടറി എന്താണെന്നുള്ളത് അത് പറഞ്ഞു തരാം കേട്ടോ. വരാനിരിക്കുന്ന IPL മെഗാ താരലേലത്തിന് മുന്നോടിയായി മലയാളി താരമായ സഞ്ജു സാംസണെ നിലനിർത്താൻ ഒരുങ്ങുകയാണ് രാജസ്ഥാൻ റോയൽ. ഒരു ഫ്രാഞ്ചൈസിക്ക് 4 താരങ്ങളെ വരെ നിലനിർത്താനുള്ള അവസരമാണ് ഇത്തവണ ഉണ്ടാകുക. അതിൽ രാജസ്ഥാന്റെ ആദ്യ ചോയ്സ് സഞ്ജു ആണത്രേ. രാജസ്ഥാനിൽ തുടരാൻ സഞ്ജുവും സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഈ സീസണിൽ 3ാം സ്ഥാനക്കാരായാണ് രാജസ്ഥാൻ ഫിനിഷ് ചെയ്തത്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഫ്രാഞ്ചൈസി പൂർണ്ണമായും തൃപ്തരുമാണ്. സഞ്ജു നായകനായി തുടരട്ടെ എന്നാണ് മെഗാ താരലേലത്തിന് മുന്നോടിയായി ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന തീരുമാനം. സഞ്ജു നായകനായി ഉള്ളതുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്രയും ആരാധകരെ ലഭിച്ചതെന്നും രാജസ്ഥാന്റെ ലെഗസി എന്ന നിലയിൽ സഞ്ജുവിനെ തുടരാൻ അനുവദിക്കണമെന്നും ഫ്രാഞ്ചൈസിയുമായി അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
എന്താ സന്തോഷമായില്ലേ?